കമ്പനി ലോ യൂണിറ്റ് 20 വൈൻഡിങ് അപ്പ്. ഇതാണ് കമ്പനി ലോൻ്റെ ലാസ്റ്റ് യൂണിറ്റ്. കമ്പനിയുടെ വൈൻഡിങ് അപ്പ്, കമ്പനി ഫോം ചെയ്യുന്നത് എങ്ങനെയാണ്, അതിനകത്തുള്ള ആൾക്കാർ ആരൊക്കെയാണ്, എന്തൊക്കെ ഫോർമാലിറ്റീസാണ്, പ്രൊസീജിയേഴ്സ് എന്തൊക്കെയാണ്, ബുക്സ് ഓഫ് അക്കൗണ്ട്സ് നമ്മൾ ഡിസ്കസ് ചെയ്തു, ഓഡിറ്റിങ് അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്തു. ഇനി അവസാനം വരുന്നതാണ് വൈൻഡിങ് അപ്പ് എന്ന് പറയുന്നത്. കമ്പനി ഒരു ഗോയിങ് കൺസേൺ ആണ്, അതിന് പെർപ്പച്വൽ സസഷനാണ്, അതൊരു ആർട്ടിഫിഷ്യൽ പേഴ്സണാണ്. അപ്പം ആർട്ടിഫിഷ്യൽ പേഴ്സണായിട്ടുള്ള ഒരു സാധനത്തിന് നമ്മൾ നിയമപരമായിട്ട് തന്നെയാണ് അതിനെ ഇല്ലാതാക്കുന്നത്. ആ പ്രോസസ്സിനെയാണ് പറയുന്നത് വൈൻഡിങ് അപ്പ് എന്ന് പറയുന്നത്. ദി വൈൻഡിങ് അപ്പ് ഓർ ലിക്വിഡേഷൻ ഈസ് എ പ്രോസസ് ഓഫ് ബ്രിങ്ങിങ് അബൌട്ട് ആൻ എൻഡ് ടു ദി ലൈഫ് ഓഫ് എ കമ്പനി. ഒരു കമ്പനിയെ ഇല്ലാതാക്കുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ വൈൻഡിങ് അപ്പ് അല്ലെങ്കിൽ ലിക്വിഡേഷൻ എന്ന് പറയാം. ആൻ അഡ്മിനിസ്ട്രേറ്റർ കോൾഡ് എ ലിക്വിഡേറ്റർ ഈസ് അപ്പോയിൻറ്റഡ് and he takes control of the company, collects its assets, pays its debts and liabilities, and finally distributes the surplus among the members in accordance with their rights. അഡ്മിനിസ്ട്രേറ്റർ അവരെ ലിക്വിഡേറ്റർ എന്നാണ് പറയുക. കമ്പനിയുടെ വൈൻഡിങ് അപ്പിന് കമ്പനീൻ്റെ എല്ലാ കൺട്രോളും, വൈൻഡിങ് അപ്പിൻ്റെ സമയത്ത് കമ്പനിയുടെ എല്ലാ കൺട്രോളും ഉള്ളത് ഈ ലിക്വിഡേറ്ററിൻ്റെ കയ്യിലായിരിക്കും. അയാളാണ് കമ്പനിയുടെ എല്ലാ അസറ്റ്സും എല്ലാം കളക്ട് ചെയ്തതിന് ശേഷം ഓരോ ഡെറ്റിൻ്റെയും ലയബിലിറ്റീസിൻ്റെയും പ്രിയോറിറ്റിക്ക് അനുസരിച്ചിട്ട് അവരുടെ എല്ലാ ഡെറ്റ്സും ലയബിലിറ്റീസും എല്ലാം കൊടുത്ത് തീർത്ത് ഫൈനലി എന്തെങ്കിലും സർപ്ലസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് അതിൻ്റെ മെമ്പേഴ്സിന് അവരുടെ റൈറ്റ്സ് അനുസരിച്ച് അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യേണ്ട എല്ലാ റെസ്പോൺസിബിലിറ്റി ഒരു അഡ്മിനിസ്ട്രേറ്റർ അല്ലെങ്കിൽ ലിക്വിഡേറ്ററിനാണ്. ഈവൻ എ സോൾവെന്റ് കമ്പനി മേ ബി വൗണ്ട് അപ്പ് ആഫ്റ്റർ വൈൻഡിങ് അപ്പ്. എ കമ്പനി ഇസ് ഡിസോൾവ്ഡ് formally and will not have any assets or liabilities. The legal personality of a company shall come to an end. വേണമെങ്കിൽ ഒരു സോൾവെൻ്റ് ആയിട്ടുള്ള ഒരു കമ്പനീനെ വൈൻഡ് അപ്പ് ചെയ്യാനായിട്ട് സാധിക്കും. അതേമാതിരി കമ്പനി വൈൻഡ് അപ്പ് ചെയ്ത് കഴിഞ്ഞ് ഫോർമലി ഡിസോൾവ് ആയതിനു ശേഷം ആ കമ്പനീൻ്റെ കസ്റ്റഡിയിൽ ഒരു അസറ്റോ ലയബിലിറ്റി ഒന്നും തന്നെ ഉണ്ടാവില്ല. അവരുടെ ലീഗൽ പേഴ്സണാലിറ്റി അതോടുകൂടി അവസാനിക്കും. പിന്നെ കമ്പനി ഇസ് അൺഎബിൾ ടു പേസ് ഡെറ്റ്സ്, ദിസ് ലിക്വിഡേഷൻ വിൽ ബി അണ്ടർ ന്യൂലി പാസ്ഡ് ഇൻസോൾവൻസി ആൻഡ് ബാങ്ക്രപ്സി കോഡ് 2016. ഇൻസോൾവെൻ്റ് ആയിട്ടുള്ള ഒരു കമ്പനിയാണെന്നുണ്ടെങ്കിൽ അവരുടെ ലിക്വിഡേഷനെയാണ് നമ്മൾ ഇൻസോൾവൻസി ആൻഡ് ബാങ്ക്രപ്സി കോഡ് 2016 അണ്ടറിലാണ് അവരുടെ വൈൻഡിങ് അപ്പ് വരിക. അതല്ലാത്ത വൈൻഡിങ് അപ്പ് കമ്പനീസ് ആക്ട് 2013 പ്രകാരമാണ് ചെയ്യുക. ഡിഫറൻസ് ബിറ്റ്വീൻ വൈൻഡിങ് അപ്പ് ആൻഡ് ഡിസൊല്യൂഷൻ. ഓൺ ഡിസൊല്യൂഷൻ ദി നെയിം ഓഫ് ദി കമ്പനി സ്ട്രക്ട് ഓഫ് by the registrar from the registrar of companies that it ceases to exist. കമ്പനി ഡിസൊല്യൂഷൻ എന്ന് പറയുമ്പോൾ കമ്പനിയുടെ പേര് രജിസ്ട്രാർ ഓഫ് കമ്പനീസ് എന്ന് പേര് വെട്ടുന്ന ഒരു ഇതിനെയാണ് നമ്മൾ ഡിസൊല്യൂഷൻ എന്ന് പറയാം. when on winding up the company's name is not struck off the offer from the registrar. വൈൻഡിങ് അപ്പ് എന്ന് പറയുമ്പോൾ കമ്പനിയുടെ പേര് കമ്പനി രജിസ്ട്രാർ ഓഫ് കമ്പനീസിൽ ലിസ്റ്റ് നിന്ന് കട്ട് ചെയ്യുന്നതിനല്ല വൈൻഡിങ് അപ്പ് പറയുന്നത്. ലീഗൽ എൻറ്റിറ്റി ഓഫ് എ കമ്പനി റിമെയിൻസ് ഈവൻ ആഫ്റ്റർ ദി കമൻസ്മെൻറ്റ് ഓഫ് വൈൻഡിങ് അപ്പ് ആൻഡ് ഇറ്റ് ക്യാൻ ബി സ്യൂഡ് ഇൻ കോർട്ട് ഓഫ് ലോ. വൈൻഡിങ് അപ്പ് കഴിഞ്ഞതിന് ശേഷം വേണമെങ്കിൽ ഒരു കോർട്ടിൽ ഒരു കമ്പനിക്കെതിരെ കേസ് കൊടുക്കാനായിട്ട് സാധിക്കും. പക്ഷേ ഡിസൊല്യൂഷൻ എന്ന് പറയുമ്പോൾ കമ്പനിയുടെ വൈൻഡിങ് അപ്പിൻ്റെ ലാസ്റ്റത്തെ കമ്പനിയുടെ വൈൻഡിങ് അപ്പ് പ്രോസസ്സിൻ്റെ ഏറ്റവും ലാസ്റ്റത്തെ സ്റ്റേജാണ് ഡിസൊല്യൂഷൻ എന്ന് പറയുന്നത്. കമ്പനി ക്യാൻ ബി ഡിസോൾവ് വിത്തൗട്ട് വൈൻഡിങ് അപ്പ് അണ്ടർ സർട്ടൻ സർക്കംസ്റ്റാൻസസ് വിച്ച് ആസ് വെൻ ഇറ്റ് മെർജസ് വിത്ത് അനദർ കമ്പനി. കമ്പനി വൈൻഡ് അപ്പ് ചെയ്യാനായിട്ട് ഡിസോൾവ് ചെയ്യാൻ പറ്റും വിത്തൗട്ട് വൈൻഡിങ് അപ്പ്. അതായത് ഇപ്പോൾ ഒരു കമ്പനി വേറൊരു കമ്പനിയുടെ കൂടെ മെർജർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ കമ്പനി ഡിസോൾവ് ആകും, പക്ഷേ അത് വൈൻഡ് അപ്പ് ചെയ്യേണ്ട ആവശ്യം ഇല്ല. ഇൻ വൈൻഡിങ് അപ്പ് ദി അസറ്റ്സ് ഓഫ് ദി കമ്പനി സോൾഡ് ആൻഡ് ദി പ്രൊസീഡ്സ് ആർ യൂട്ടിലൈസ്ഡ് ഇൻ പേയിങ് ഓഫ് ദി ഡെറ്റ്സ് ആൻഡ് അതർ ലയബിലിറ്റീസ് ഓഫ് ദി കമ്പനി. നമ്മൾ നേരത്തെ പറഞ്ഞു തന്നെയാണ് കമ്പനി വൈൻഡിങ് അപ്പിൻ്റെ സമയത്ത് കമ്പനിയുടെ അസറ്റ്സ് എല്ലാം നമ്മൾ വിൽക്കും, എന്നിട്ട് അതിൽ നിന്ന് കിട്ടുന്ന സെയിൽസ് പ്രൊസീഡ്സ് എന്നാണ് നമ്മുടെ ഡെറ്റ്സും ലയബിലിറ്റീസും എല്ലാം നമ്മൾ കൊടുത്തു തീർക്കുന്നത്. ഇറ്റ് ഈസ് ദി ഫസ്റ്റ് സ്റ്റേജ് ഓഫ് ടെർമിനേറ്റിംഗ് ദി ലൈഫ് ഓഫ് എ കമ്പനി വൈൽ ദി ഡിസൊല്യൂഷൻ ഈസ് ദി നെക്സ്റ്റ് സ്റ്റേജ് ആൻഡ് ആഫ്റ്റർ ദിസ് കമ്പനി സീസസ് ടു എക്സിറ്റ്. ഫസ്റ്റ് സ്റ്റേജ് ഓഫ് കമ്പനിയാണ് വൈൻഡിങ് അപ്പ് എന്ന് പറയുന്നത്. അത് കമ്പനിയുടെ ലൈഫ് ടെർമിനേറ്റ് ചെയ്യുന്നതാണ്. അത് കഴിഞ്ഞിട്ടുള്ള സ്റ്റേജാണ് ഡിസൊല്യൂഷൻ എന്ന് പറയുന്നത്. അതിനുശേഷം കമ്പനി ഇല്ലാതാവും. ദി വൈൻഡിങ് അപ്പ് പ്രൊസീജിയേഴ്സ് ആർ ക്യാരിഡ് ഔട്ട് ബൈ ലിക്വിഡേറ്റർ ഓഫ് ദി കമ്പനി വൈൽ ഇൻ കേസ് ഓഫ് ഡിസൊല്യൂഷൻ നോ സച്ച് പ്രൊസീജിയേഴ്സ് ആർ ക്യാരി ഔട്ട്. വൈൻഡിങ് അപ്പ് പ്രൊസീജിയേഴ്സ് ക്യാരി ഔട്ട് ചെയ്യുന്നത് ലിക്വിഡേറ്റർ കമ്പനിയുടെ ലിക്വിഡേറ്ററാണ് ഈ വൈൻഡിങ് അപ്പ് പ്രൊസീജിയേഴ്സ് എല്ലാം ചെയ്യുന്നത്. പക്ഷേ ഡിസൊല്യൂഷൻ ചെയ്യുന്നതിന് അങ്ങനെ പ്രൊസീജിയേഴ്സും കാര്യങ്ങളൊന്നും ഇല്ല. ഇനി മോഡ്സ് ഓഫ് വൈൻഡിങ് അപ്പ്, ഏതൊക്കെ രീതിയിലാണ് കമ്പനി വൈൻഡ് അപ്പ് ചെയ്യാന്നുള്ളത്. ഫസ്റ്റ് വൈൻഡിങ് അപ്പ് ബൈ ട്രിബ്യൂണലിൻ്റെ ഓർഡറിൽ കമ്പൽസറി കമ്പനി എങ്ങനെയാണ് കമ്പൽസറി വൈൻഡിങ് അപ്പിനൊരു സിറ്റുവേഷൻ വരുന്നത് എന്നുള്ളത് നോക്കാം. ഫസ്റ്റ് വൺ, ഇനി ഞാൻ പറയുന്നത് ഡിസ്കസ് ചെയ്യുന്ന കാര്യങ്ങൾ തന്നെയാണ് ഈ ഭാഗത്തൊക്കെ ആയിട്ട് ഇത് ഈ പോയിന്റുകളൊക്കെ തന്നെയാണ് ഇവിടെ ഈ പറഞ്ഞിട്ടുള്ളത്, റിപ്പീറ്റ് ചെയ്യുന്നതാണ്. അപ്പം നോക്കാം. വൈൻഡിങ് അപ്പ് ബൈ സ്പെഷ്യൽ റെസൊല്യൂഷൻ. The company may by a special resolution resolved by that the company to be wound up by the tribunal. The tribunal has to examine whether the resolution is in the interest of the company and is not obsessed to public interest.
ട്രിബ്യൂണലിൻ്റെ സ്വന്തം റെസൊല്യൂഷൻ വഴി വേണമെങ്കിൽ കമ്പനീനെ വൈൻഡ് അപ്പ് ചെയ്യാനുള്ള തീരുമാനം എടുക്കാവുന്നതാണ്. പക്ഷേ അങ്ങനെ റെസൊല്യൂഷൻ എടുക്കുന്നതിന് മുമ്പ് കമ്പനിയുടെ സ്വന്തം ഇൻട്രസ്റ്റിന് വേണ്ടിയിട്ടോ സ്വന്തം ഇൻട്രസ്റ്റിന് വേണ്ടി തന്നെ ആയിരിക്കണം, അല്ലെങ്കിൽ പബ്ലിക് ഇൻട്രസ്റ്റിനെ ഒപ്പോസ് ചെയ്തിട്ടും ആയിരിക്കാനായിട്ട് പാടില്ല എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കണം. ദി കമ്പനി ക്യാൻ ഫയൽ എ പെറ്റീഷൻ ബിഫോർ ദി ട്രിബ്യൂണൽ ഫോർ വൈൻഡിങ് അപ്പ് ഈവൻ വിത്തൗട്ട് പാസിംഗ് എ സ്പെഷ്യൽ റെസൊല്യൂഷൻ. കമ്പനിക്ക് വേണമെങ്കിൽ ട്രിബ്യൂണലിന് മുമ്പിൽ വൈൻഡിങ് അപ്പിന് വേണ്ടിയിട്ട് പെറ്റീഷൻ കൊടുക്കാം. സ്പെഷ്യൽ റെസൊല്യൂഷൻ ഒന്നും പാസ്സാക്കാത്തതിന് തന്നെ അത് കമ്പനിക്ക് തന്നെ സ്വന്തമായിട്ട് വേണമെങ്കിൽ ട്രിബ്യൂണലിൻ്റെ ഫ്രണ്ടിൽ പെറ്റീഷൻ കൊടുക്കാവുന്നതാണ്. The company whose name is not in the register of company is not entitled to file a winding up petition. രജിസ്ട്രാർ ഓഫ് കമ്പനീസിൽ പേരില്ലാത്ത കമ്പനിക്ക് വൈൻഡിങ് അപ്പ് പെറ്റീഷൻ കൊടുക്കേണ്ട ആവശ്യമില്ല. അടുത്തത് കമ്പനി ആക്ടിംഗ് അഗെയിൻസ്റ്റ് സോവറിറ്റി ആൻഡ് ഇൻറ്റിഗ്രിറ്റി ഓഫ് ഇന്ത്യ, സെക്യൂരിറ്റി ഓഫ് ദി സ്റ്റേറ്റ്, ദി ഫ്രണ്ട്ലി റിലേഷൻസ് വിത്ത് ഫോറിൻ സ്റ്റേറ്റ്, പബ്ലിക് ഓർഡർ, ഡീസൻസി ആൻഡ് മൊറാലിറ്റി. കമ്പനി നമ്മുടെ രാജ്യത്തിൻ്റെ സോവറിറ്റി ഇൻറ്റിഗ്രിറ്റിക്കും എഗെയിൻസ്റ്റ് ആയിട്ട് എന്തെങ്കിലും ചെയ്യുന്നുണ്ട്, നമ്മുടെ രാജ്യ സുരക്ഷയ്ക്ക് എതിരായിട്ട് എന്തെങ്കിലും ചെയ്യുന്നുണ്ട്, അതേമാതിരി ഫോറിൻ സ്റ്റേറ്റ്സിന് വേണ്ടി ഫോറിൻ സ്റ്റേറ്റ്സ് ആയിട്ട് ഫോറിൻ കൺട്രീസും അതല്ലാതെ ബാക്കിയുള്ള ആൾക്കാർ, അതായത് ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയുടെ സെക്യൂരിറ്റിക്കും ഇന്ത്യയുടെ എക്കണോമിക്കും എതിരായിട്ടുള്ള രീതിയിൽ എന്തെങ്കിലും ഒരു ആക്ടിവിറ്റി ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ സെൻട്രൽ ഗവൺമെൻറ്റിനോ സ്റ്റേറ്റ് ഗവൺമെൻറ്റിനോ ട്രിബ്യൂണലിന് പെറ്റീഷൻ കൊടുക്കാം കമ്പനി വൈൻഡ് അപ്പ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട്. അതാണ് ഒരു രണ്ടാമത്തെ സിറ്റുവേഷൻ. മൂന്നാമത്തത് അഫയേഴ്സ് ബീയിങ് കണ്ടക്റ്റഡ് ഇൻ ദ ഫ്രോഡുലന്റ് ആൻഡ് അൺലോഫുൾ മാനർ. ഇപ്പോൾ ഒരു കമ്പനി അവർ ഫ്രോഡ്സ് എന്തെങ്കിലും ചെയ്യുന്നുണ്ട്, ഇല്ലീഗലായിട്ടുള്ള എന്തെങ്കിലും കാര്യം ചെയ്യുന്നുണ്ടെന്ന് തോന്നിക്കഴിഞ്ഞാൽ കമ്പനി വൈൻഡ് അപ്പ് ചെയ്യാനുള്ള പെർമിഷൻ വൈൻഡ് അപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ട്രിബ്യൂണലിന് ഓർഡർ കൊടുക്കാൻ പറ്റും. ദി രജിസ്ട്രാർ ഓർ എനി അതർ പേഴ്സൺ ഓതറൈസ്ഡ് ബൈ ദി സെൻട്രൽ ഗവൺമെൻറ് മേ മേക്ക് ആൻ ആപ്ലിക്കേഷൻ ടു ദി ട്രിബ്യൂണൽ ഫോർ വൈൻഡിങ് ഓൺ ദിസ് ഗ്രൗണ്ട്. രജിസ്ട്രാറിനോ അല്ലെങ്കിൽ സെൻട്രൽ ഗവൺമെൻറ്റിനോ ട്രിബ്യൂണലിന് ആപ്ലിക്കേഷൻ കൊടുക്കാം. ഇങ്ങനെ ഒരു കമ്പനി ഫ്രോഡ്സ് കാണിക്കുന്നുണ്ട്, ഇല്ലീഗലായിട്ടുള്ള ബിസിനസ്സാണ് അവർ ചെയ്യുന്നത് എന്നുള്ള രീതിയിൽ ആപ്ലിക്കേഷൻ കൊടുക്കാവുന്നതാണ്. ട്രിബ്യൂണൽ മേ ഓർഡർ വൈൻഡിങ് അപ്പ് ഇൻ ദ ഫോളോയിങ് ഗ്രൗണ്ട്സ്. ദി അഫയേഴ്സ് ഓഫ് ദി കമ്പനി ആർ ബീയിങ് കണ്ടക്റ്റഡ് ഇൻ എ ഫ്രോഡുലന്റ് മാനർ. എന്തെങ്കിലും തട്ടിപ്പ് നടത്താനാണ് കമ്പനി നടത്തിക്കൊണ്ട് പോകുന്നതെന്ന് തോന്നിക്കഴിഞ്ഞാൽ ട്രിബ്യൂണലിന് വൈൻഡിങ് അപ്പ് ഓർഡർ ചെയ്യാനായിട്ട് സാധിക്കും. അതേമാതിരി കമ്പനി വാസ് ഫോംഡ് ഫോർ ഫ്രോഡുലന്റ് ആൻഡ് അൺലോഫുൾ പേർപ്പസ്. കമ്പനി ഫോം ചെയ്തത് തന്നെ തട്ടിപ്പ് നടത്താനും അല്ലെങ്കിൽ ഇല്ലീഗലായിട്ടുള്ള പർപ്പസിന് വേണ്ടിയിട്ടാണെന്നുണ്ടെങ്കിൽ വൈൻഡ് അപ്പ് ചെയ്യാനായിട്ട് ഓർഡർ കൊടുക്കാം. മൂന്നാമത്, ദി പേഴ്സൺസ് കൺസേൺ ഇൻ ദി ഫോർമേഷൻ ഓഫ് ദി കമ്പനി ഓർ മാനേജ്മെൻറ്റ് ഓഫ് ഇറ്റ്സ് അഫയേഴ്സ് ഹാസ് ബീൻ ഗിൽറ്റി ഓഫ് ഫ്രോഡ്, ഇൻമിസ്ഫിയൻസ് ഓർ മിസ്കണ്ടക്ട് ഇൻ ദി കണക്ഷൻ വിത്ത്. ഈ കമ്പനി ഫോം ചെയ്തിട്ടുള്ള ഫോർമേഷൻ്റെ സമയത്തുള്ള പ്രൊമോട്ടേഴ്സും അതിൻ്റെ ബാക്കി എക്സിക്യൂട്ടീവ്സ് എല്ലാം ഇതിനു മുമ്പോ അല്ലെങ്കിൽ ഇപ്പോഴോ എന്തെങ്കിലും ഫ്രോഡോ അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ട്, അതായത് ഇങ്ങനെ തട്ടിപ്പ് നടത്താനോ കള്ളത്തരം കാണിക്കാനോ കൂടെ നിന്നിട്ട് അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ട് കൺവിക്റ്റഡ് ആയിട്ടുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള സിറ്റുവേഷനിലും അങ്ങനത്തെ കമ്പനികളും വൈൻഡ് അപ്പ് ചെയ്യാനായിട്ട് പറയും. It may be noted that besides above provisions, central government may directly file a petition for winding up in case of inspector's report on investigation. ഇതല്ലാതെ സെൻട്രൽ ഗവൺമെൻറ് ഡയറക്റ്റ് ആയിട്ട് ട്രിബ്യൂണലിന് പെറ്റീഷൻ കൊടുക്കാവുന്നതാണ്. എന്തെങ്കിലും സംശയാസ്പദമായിട്ടുള്ള കാര്യങ്ങൾക്ക് ഇൻസ്പെക്ഷൻ വെച്ച് കഴിഞ്ഞിട്ട് ഇൻസ്പെക്ടറിൻ്റെ റിപ്പോർട്ടിന് അല്ലെങ്കിൽ ഇൻവെസ്റ്റിഗേഷൻ കഴിഞ്ഞിട്ടോ ഇൻവെസ്റ്റിഗേഷൻ റിപ്പോർട്ടിൽ നിന്നോ ഇതിന് ഈ പറഞ്ഞ സിറ്റുവേഷൻ പോലെ അല്ലാതെ എന്തെങ്കിലും ഫ്രോഡ് കാണിച്ചു എന്നോ ഇല്ലീഗൽ അങ്ങനെ എന്തെങ്കിലും സിറ്റുവേഷൻ തെളിഞ്ഞു കഴിഞ്ഞാലും പെറ്റീഷൻ വൈൻഡിങ് അപ്പിന് പെറ്റീഷൻ കൊടുക്കാവുന്നതാണ്. നാലാമത്തത്, ഡിഫോൾട്ട് ഇൻ ഫയലിംഗ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ഓർ ആനുവൽ റിട്ടേൺസ് വിത്ത് ദി രജിസ്ട്രാർ. നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു, എല്ലാ വർഷവും ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ജനറൽ മീറ്റിങ്ങിൽ ഡിസ്കസ് ചെയ്തതിന് ശേഷം അത് പാസ്സായതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യും, ജനറൽ മീറ്റിംഗ് ചെയർമാൻ സൈൻ ചെയ്തിട്ട് അത് രജിസ്ട്രാറിൻ്റെ സബ്മിറ്റ് ചെയ്യും, രജിസ്ട്രാറിന് ഫയൽ ചെയ്യുന്ന നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അങ്ങനെ കുറേ 7 ഇയേഴ്സിലോട്ട് കണ്ടിന്യൂസ് ആയിട്ട് 5 ഇയേഴ്സിലോട്ട് കണ്ടിന്യൂസ് ആയിട്ട് അങ്ങനെ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള കമ്പനീനെ വൈൻഡ് അപ്പ് ചെയ്യാനായിട്ട് ഓർഡർ ചെയ്യാവുന്നതാണ്. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സും അതേമാതിരി ആനുവൽ റിട്ടേൺസും ഈ 2 ഡോക്യുമെൻറ്റ്സ് സബ്മിറ്റ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിലും വൈൻഡിങ് അപ്പ് ഓർഡർ ചെയ്യാവുന്നതാണ്. ദി ഡിഫോൾട്ട് ഇൻ നോട്ട് ഫയലിംഗ് ദീസ് ഡോക്യുമെൻറ്റ്സ് ഷുഡ് ഹാവ് ബീൻ ഓർ ഫോർ ഇമീഡിയറ്റ്ലി പ്രിസീഡിംഗ് 5 കോൺസിക്യൂട്ടീവ് ഇയേഴ്സ് ഫിനാൻഷ്യൽ ഇയേഴ്സ് ഓൺലി ദെൻ വൈൻഡിങ് അപ്പ് മേ ബി ഓർഡർഡ്. 5 വർഷം കോൺസിക്യൂട്ടീവായിട്ട്, അതായത് കണ്ടിന്യൂസ് ആയിട്ട് 5 വർഷവും ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സോ അല്ലെങ്കിൽ ആനുവൽ റിട്ടേൺസോ രജിസ്ട്രാറിന് സബ്മിറ്റ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള കമ്പനീനെ വൈൻഡ് അപ്പ് ചെയ്യാനായിട്ട് പറ്റും. ഇറ്റ് മീൻസ് ദാറ്റ് ഡിഫോൾട്ട് ഇൻ ദ ഏർലിയർ ഇയർ ഈസ് നോട്ട് എ ഗ്രൗണ്ട് ഫോർ വൈൻഡിങ് അപ്പ് ദി അണ്ടർ ക്ലോസ്. അതായത് ഇപ്പം 4 വർഷം വൈൻഡ് അപ്പ് കണ്ടിന്യൂസ് ആയിട്ട് 4 വർഷം റിട്ടേൺസ് സബ്മിറ്റ് ചെയ്തിട്ടില്ല, പക്ഷേ അതിന് 2 വർഷം മുമ്പ് അതിന് അതായത് 4 വർഷം കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തിട്ടില്ല, അതിന് മുമ്പത്തെ 1 വർഷം ചെയ്തു, അതിന് മുമ്പുള്ള
വർഷം ചെയ്തിട്ടില്ല എന്ന് വിചാരിക്കുക. അപ്പോൾ ടോട്ടൽ മൊത്തം 5 വർഷമാണെന്ന് പറഞ്ഞിട്ട് വൈൻഡ് അപ്പ് ചെയ്യാനായിട്ട് പറ്റില്ല. കണ്ടിന്യൂസ് ആയിട്ട് 5 ഇയേഴ്സ് മാത്രം ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ, അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് 5 ഇയേഴ്സ് സബ്മിറ്റ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിലാണ് വൈൻഡ് അപ്പ് പറയുക. അല്ലാന്നുണ്ടെങ്കിൽ വൈൻഡിങ് അപ്പ് ചെയ്യാനായിട്ട് പറ്റില്ല. ദെൻ ഇന്നബിലിറ്റി ടു പേ ഇറ്റ്സ് ഡെറ്റ്, ഒരു കമ്പനിക്ക് കമ്പനിയുടെ കടങ്ങൾ കൊടുത്ത് തീർക്കാൻ പറ്റില്ല എന്നുള്ളൊരു സിറ്റുവേഷൻ വരികയാണെങ്കിൽ വൈൻഡിങ് അപ്പ് ചെയ്യാനായിട്ട് സാധിക്കും. എ കമ്പനി ഷാൽ ബി ഡീംഡ് ടു ബി അൺഎബിൾ ടു പേ ഇറ്റ്സ് ഡെറ്റ് if a creditor by assignment or otherwise to whom the company is indebted for an amount exceeding 1 lakh rupees then due has served on the company by causing it to delivered at its registered office by registered post or otherwise a demand requiring the company to pay the amount so due and the company has failed to pay the sum within 21 days after the receipt of such demand and to provide adequate security or restructure or compound the debt to the reasonable satisfaction of the creditor. 1 lakh rupees മേലെ എക്സീഡ് ചെയ്യുന്ന ഒരു എമൗണ്ട് ഒരു ക്രെഡിറ്ററിന് കൊടുക്കാനുണ്ടെന്നുണ്ടെങ്കിൽ ആ ക്രെഡിറ്റർ അത് ഡിമാൻഡ് ചെയ്ത് കമ്പനീൻ്റെ അടുത്ത് പറഞ്ഞ് കമ്പനി അത് കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ രജിസ്ട്രാർ ഓഫീസിൽ ഈ കാര്യം പറയാം. അതായത് ഇങ്ങനെ പൈസ ചോദിച്ചു കൊടുത്തിട്ടില്ല എന്ന് പറയാം. അങ്ങനെ ഒരു നോട്ടീസ് കൊടുത്തതിന് ശേഷം 21 ഡേയ്സ് ആയിട്ടും കമ്പനി അതിന് വേണ്ടിയിട്ട് ഒന്നും ചെയ്തില്ല, ക്യാഷ് പേയും ചെയ്തില്ല, എന്തെങ്കിലും വേറെ അതല്ലാതെ റീസ്ട്രക്ചർ ചെയ്യുക, അത് വെച്ച് കഴിഞ്ഞാൽ അതിന് പകരം ഷെയർസ് ഇഷ്യൂ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും തന്നെ ചെയ്യാതിരുന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനത്തെ സിറ്റുവേഷനിൽ വേണമെങ്കിൽ കമ്പനി വൈൻഡ് അപ്പ് ചെയ്യാനായിട്ട് പറയാം. രണ്ടാമത് ഈഫ് ആൻ എക്സിക്യൂഷൻ ഓർ അതർ process is issued on a decree or order of any court or tribunal in favor of a creditor of the company is returned unsatisfied in whole or in part. അതല്ലാതെ ഏതെങ്കിലും ഒരു കോർട്ടോ ട്രിബ്യൂണലോ ഒരു ക്രെഡിറ്ററിന് ഫേവറായിട്ട് ഒരു ഓർഡർ വന്നു എന്ന് വെച്ചാൽ കമ്പനീൻ്റെ അടുത്ത് പേ ചെയ്യാൻ പറഞ്ഞാൽ എന്തെങ്കിലും ഓർഡർ വന്നിട്ട് അത് സാറ്റിസ്ഫൈ ചെയ്യാനായിട്ട് കമ്പനിക്ക് സാധിച്ചിട്ടില്ല എന്നുണ്ടെങ്കിലും വൈൻഡ് അപ്പ് ചെയ്യാനായിട്ട് പറയാം. ഇഫ് ഇറ്റ് ഇസ് പ്രൂവ് ടു ബി ടു ദി സാറ്റിസ്ഫാക്ഷൻ ഓഫ് ദി ട്രിബ്യൂണൽ ദാറ്റ് ദി കമ്പനി ഇസ് അൺഎബിൾ ടു പേ ഇറ്റ്സ് ഡെറ്റ് ആൻഡ് ഇൻ ഡിറ്റർമൈനിങ് വെദർ എ കമ്പനി ഇസ് അൺഎബിൾ ടു പേ ഇറ്റ്സ് ഡെറ്റ് ദി ട്രിബ്യൂണൽ ഷാൽ ടേക്ക് ഇൻ ടു അക്കൗണ്ട് ദി കണ്ടിജന്റ് പ്രോസ്പെക്റ്റീവ് ലയബിലിറ്റീസ് ഓഫ് ദി കമ്പനി. ട്രിബ്യൂണലിന് തോന്നുകയാണ് കമ്പനിക്ക് കമ്പനിയുടെ ഡെറ്റ്സ് പേ ചെയ്യാനായിട്ട് സാധിക്കില്ല, കണ്ടിജന്റ് പ്രോസ്പെക്റ്റീവ് ലയബിലിറ്റീസ് എല്ലാം കൺസിഡർ ചെയ്തിട്ട് ട്രിബ്യൂണലിന് തോന്നുകയാണ് കമ്പനിക്ക് അവരുടെ ഡെറ്റ്സ് ഒന്നും ലയബിലിറ്റീസ് ഒന്നും പേ ചെയ്യാൻ പറ്റില്ല എന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ കമ്പനി വൈൻഡ് അപ്പ് ചെയ്യാനായിട്ട് പറയാം. ആറാമത്തെ സിറ്റുവേഷനാണ് ജസ്റ്റ് ആൻഡ് ഇക്വിറ്റബിൾ. ദീസ് വേർഡ്സ് ഹാവ് നോട്ട് ബീൻ ഡിഫൈൻഡ് ഇൻ ദാറ്റ് കമ്പനീസ് ആക്ടിൽ ഇതിനെക്കുറിച്ച് ഇത് ഡിഫൈൻ ചെയ്തിട്ടൊന്നുമില്ല. The tribunal should not make an order on this ground for winding up if there is any other remedy available. വേറെ ഒരു വഴിയില്ലെങ്കിൽ മാത്രമേ ഈ സെക്ഷൻ ഈ ജസ്റ്റ് ആൻഡ് ഇക്വിറ്റബിൾ എന്നുള്ളൊരു പ്രൊവിഷൻ്റെ അണ്ടറിൽ കമ്പനി വൈൻഡ് അപ്പ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഇതൊരു ലാസ്റ്റ് റിസോർട്ടായിട്ടുള്ള ഒരു ഓപ്ഷനാണ് ഇത്. ദി ഫോളോയിങ് ഗ്രൗണ്ട്സ്, ഈ പറയുന്ന ഗ്രൗണ്ട്സിൽ മാത്രമേ ഈ ജസ്റ്റ് ആൻഡ് ഇക്വിറ്റബിൾ പ്രൊവിഷൻ വെച്ചിട്ട് കമ്പനി വൈൻഡ് അപ്പ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഫസ്റ്റ്, ലോസ് ഓഫ് സബ്സ്ട്രാറ്റം. ഇറ്റ് മീൻസ് സോൾ പർപ്പസ് ഓർ മെയിൻ ഒബ്ജക്ട് ഫോർ വിച്ച് കമ്പനി വാസ് ഫോം ക്യാൻ നോട്ട് ബി അച്ചീവ്ഡ്. എന്തിനാണോ കമ്പനി ഫോം ചെയ്തത് അത് നടത്താൻ വഴിയില്ല എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ, അങ്ങനെ മനസ്സിലാക്കി കഴിഞ്ഞാൽ കമ്പനി വൈൻഡ് അപ്പ് ചെയ്യാനായിട്ട് പറയും. ദി ഫോളോയിങ് ടെസ്റ്റ് ടു ഡിറ്റർമൈൻ ആസ് ടു വെദർ ദ സബ്സ്ട്രാറ്റം ഓഫ് ദ കമ്പനി വാസ് ഡിസപ്പിയർഡ്. കമ്പനി ഫോം ചെയ്തതിൻ്റെ പർപ്പസ് പോയോ ഇല്ലത്, അത് ഫോം ചെയ്യാനായിട്ട് കഴിയോ ചെയ്യാൻ പറ്റില്ല എന്നുള്ളത് മനസ്സിലാക്കുന്നത് ഈ പറയുന്ന ടെസ്റ്റ് വെച്ചിട്ടാണ്. ഫസ്റ്റ്, വെദർ സബ്ജക്ട് മാറ്റർ ഓഫ് ദ കമ്പനി ഹാസ് ഗോൺ. കമ്പനിയുടെ സബ്ജക്ട് മാറ്റർ പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, അതേമാതിരി ദി ഒബ്ജക്ട് ഓഫ് വിച്ച് ഇറ്റ് വാസ് ഇൻകോർപ്പറേറ്റഡ് ഫോർ സബ്സ്റ്റാൻഷ്യലി ഫെയിൽ. എന്തിനു വേണ്ടിയിട്ടാണോ ഈ കമ്പനി ഇൻകോർപ്പറേറ്റ് ചെയ്തത് അത് സബ്സ്റ്റാൻഷ്യലി ഫെയിൽ, അതായത് അത് നടക്കില്ല എന്നുണ്ടെങ്കിൽ, അത് ഫെയിൽ ആയെന്നുണ്ടെങ്കിൽ കമ്പനി വൈൻഡ് അപ്പ് ചെയ്യേണ്ടി വരും. ഇറ്റ് ഈസ് ഇമ്പോസിബിൾ ടു ക്യാരി ഓൺ ദി ബിസിനസ് ഓഫ് ദി കമ്പനി except at loss, which means that there is no reasonable hope that the object of trading at a profit can be attained. കമ്പനി മുൻപോട്ട് പോയി കഴിഞ്ഞാൽ ലോസ് മാത്രമേ ഉണ്ടാവുള്ളൂ, ഒരു പ്രോഫിറ്റ് ഉണ്ടാകുന്ന രീതിയിൽ കമ്പനി മുൻപോട്ട് കൊണ്ടുപോകാനായിട്ട് കഴിയില്ല എന്നുണ്ടെങ്കിൽ കമ്പനി വൈൻഡ് അപ്പ് ചെയ്യാം. ദ എക്സിസ്റ്റിംഗ് ഓർ പ്രോബബിൾ അസറ്റ്സ് ആർ ഇൻസഫിഷ്യൻറ്റ് മീറ്റ് ദി എക്സിസ്റ്റിംഗ് ലയബിലിറ്റീസ്. കമ്പനിക്ക് ഓൾറെഡി ഉള്ള അസറ്റ്സ് കമ്പനിയുടെ ലയബിലിറ്റീസ് മീറ്റ് ചെയ്യാനായിട്ട് സഫിഷ്യൻ്റ് അല്ല എന്നുണ്ടെങ്കിൽ കമ്പനി വൈൻഡ് അപ്പ് ചെയ്യാവുന്നതാണ്. രണ്ടാമത്തത് ഇല്ലീഗാലിറ്റി ഓഫ് ഒബ്ജക്ട്സ് ആൻഡ് ഫ്രോഡ്. ഇത് ജസ്റ്റ് ആൻഡ് ഇക്വിറ്റബിളിൻ്റെ അണ്ടറിൽ തന്നെ വരുന്ന പോയിൻ്റാണ് ഇല്ലീഗാലിറ്റി ഓഫ് ഒബ്ജക്ട്സ് ആൻഡ് ഫ്രോഡ്. കമ്പനിയുടെ ഒബ്ജക്ട്സും, അതായത് കമ്പനിയുടെ ഒബ്ജക്ട്സും കാര്യങ്ങളും മിഷനും കാര്യങ്ങളൊക്കെ ഇല്ലീഗലാണ്, ഏതെങ്കിലും ലോ പ്രകാരം അത് ഇല്ലീഗലാണെന്നുണ്ടെങ്കിൽ അത് വൈൻഡ് അപ്പ് ചെയ്യണം. അതായത് കമ്പനി ഫോം ചെയ്യുന്ന സമയത്ത് അത് ഇല്ലീഗലാണ് അല്ലെങ്കിലും പിന്നീട് എന്തെങ്കിലും ലോന് മാറ്റം വന്നു കഴിഞ്ഞിട്ട് അത് ഇല്ലീഗലായി കഴിഞ്ഞാൽ കമ്പനി ട്രിബ്യൂണലിൽ പറയാം കമ്പനി വൈൻഡ് അപ്പ് ചെയ്യാനായിട്ട്. മൂന്നാമത്തത് ഡെഡ് ലോക്ക് ഇൻ മാനേജ്മെൻറ്റിൻ്റെ ഡെഡ് ലോക്ക് എന്ന് പറയുമ്പോഴത്തേനും ഒന്നെങ്കിൽ മാനേജ്മെൻറ്റ് കമ്പനിക്ക് വേണ്ടിയിട്ട് ഒന്നും ചെയ്യാതിരിക്കുക, അതായത് കമ്പനി മുൻപോട്ട് കൊണ്ടുപോകാൻ അവർക്ക് താല്പര്യമില്ല,
അവർ കമ്പനികൾ ഒന്നും ചെയ്യുന്നില്ല എന്നുള്ള രീതിയിലാണെന്നുണ്ടെങ്കിൽ അതിനൊക്കെ നമുക്ക് ഡെഡ് ലോക്ക് ഇൻ മാനേജ്മെൻറ്റ് എന്ന് പറയാം. രണ്ടാമത്തത് സിറ്റുവേഷൻ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കമ്പനിയിൽ ഈക്വൽ ഇതാണ്, അതായത് ഫോറും എഗെയിൻസ്റ്റും ഒരേ മാതിരിയാണ്. എല്ലാ ഒരു തീരുമാനം, ഒരു കമ്പനിയുടെ ഉള്ളിൽ ഒരു തീരുമാനം എടുക്കാൻ അവർക്ക് കഴിയുന്നില്ല എന്നുണ്ടെങ്കിൽ അതിന് ഡെഡ് ലോക്ക് ഇൻ മാനേജ്മെൻറ്റ് എന്നാണ് പറയുക. അങ്ങനെയാകുമ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ കമ്പനി മുൻപോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കില്ല. അങ്ങനത്തെ സിറ്റുവേഷനിൽ വേണമെങ്കിൽ ട്രിബ്യൂണലിൽ പറയാം കമ്പനി വൈൻഡപ്പ് ചെയ്യാനായിട്ട്. അടുത്തത് ബബിൾ കമ്പനി. ഇഫ് എ കമ്പനി ഈസ് ജസ്റ്റ് ഓൺ പേപ്പർ ആൻഡ് നെവർ ക്യാരിഡ് ഓൺ ഇറ്റ്സ് ബിസിനസ്. ബബിൾ കമ്പനി എന്നൊക്കെ പറയുമ്പോഴത്തേന് നമ്മൾ എന്തെങ്കിലും നമ്മളെ പ്രോഫിറ്റ് കുറച്ച് കാണിക്കുക, ഒരു കമ്പനീൻ്റെ പ്രോഫിറ്റ് കുറച്ച് കാണിക്കാൻ വേണ്ടി വേറൊരു കമ്പനി ഫോം ചെയ്യാം, അതിനൊക്കെയാണ് നമ്മൾ ബബിൾ കമ്പനി എന്ന് പറയാം. ജസ്റ്റ് ഒരു പേപ്പറിൽ വേണ്ടി മാത്രമുള്ള കമ്പനിയാണ് ബബിൾ കമ്പനി, അത് ബിസിനസ് ക്യാരി ഔട്ട് ചെയ്യുന്നില്ല, അതിനാണ് ബബിൾ കമ്പനി എന്ന് പറയുക. അങ്ങനത്തെ കമ്പനീസൊക്കെ വൈൻഡപ്പ് ചെയ്യാനായിട്ട് ട്രിബ്യൂണലിന് ഓർഡർ ചെയ്യാം. അടുത്തത് ഓപ്പറേഷൻ. എ വൈൻഡിങ് അപ്പ് പെറ്റീഷൻ മേ ലൈ വേർ ദി മെജോറിറ്റി ഷെയർ ഹോൾഡർ ഹാവ് അഡോപ്റ്റഡ് ആൻ അഗ്രസീവ് പോളിസി ടുവേഴ്സ് മൈനോറിറ്റി അണ്ടർ സെക്ഷൻ 241. ഓപ്പറേഷൻ അടിച്ചമർത്തുക. മൈനോറിറ്റി സെക്ഷനിലുള്ള ആൾക്കാരെ കമ്പനി അടിച്ചമർത്തുകയാണെന്നുണ്ടെങ്കിൽ, മൈനോറിറ്റി സെക്ഷൻ ഇൻ ദ സെൻസ് മേജർ ഷെയർ ഹോൾഡേഴ്സിൻ്റെ ഇൻട്രസ്റ്റ് ആണ് കൺസിഡർ ചെയ്യുന്നത്. മൈനോറിറ്റി ഷെയർ ഹോൾഡേഴ്സിൻ്റെ ഇൻട്രസ്റ്റ് കൺസിഡർ ചെയ്യണില്ല, അവരെ അടിച്ചമർത്തുകയാണെന്നുണ്ടെങ്കിൽ മെമ്പേഴ്സിനോ അല്ലെങ്കിൽ ആർക്കെങ്കിലും കംപ്ലയിൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ കമ്പനി വൈൻഡപ്പ് ചെയ്യാനായിട്ട് പറയാനായിട്ട് ട്രിബ്യൂണലിന് പറ്റും. അടുത്തത് അതർ. ഇഫ് ദി അതർ നമ്പർ ഓഫ് മെമ്പേഴ്സ് ഫോൾ ബിലോ ദി സ്റ്റാറ്റ്യൂട്ടറി മിനിമത്തിൻ്റെ താഴെ നമ്പർ ഓഫ് മെമ്പേഴ്സ് പോവുകയാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ആൻഡ് ഇക്വിറ്റബിൾ ഗ്രൗണ്ടിൽ കമ്പനി വൈൻഡപ്പ് ചെയ്യാനായിട്ട് പറ്റും. ഈ കമ്പനി ഇസ് നോട്ട് ഫോളോയിങ് ഡെമോക്രാറ്റിക് പ്രിൻസിപ്പിൾസ് ഓഫ് ഫെയർനെസ് ഓർ ലാക്കിംഗ് ഇൻ കൊമേഴ്ഷ്യൽ മൊറാലിറ്റി ഓർ വേർ ഡയറക്ടേഴ്സ് മേക്കിംഗ് ചാർജസ് അഗെയിൻസ്റ്റ് ഈച്ച് അതർ, ട്രിബ്യൂണൽ ക്യാൻ ഓർഡർ വൈൻഡിങ് അപ്പ് ഓഫ് ദി കമ്പനി. കമ്പനി ഡെമോക്രാറ്റിക് പ്രിൻസിപ്പിൾ ആയിട്ട് ഫെയർ ആയിട്ടല്ല പോകുന്നത്, അതേമാതിരി ഒരു കൊമേഴ്ഷ്യൽ മൊറാലിറ്റി ഇല്ല, കഴിഞ്ഞാൽ പ്രോപ്പറായിട്ടുള്ള ബിസിനസ് അല്ല അവർ ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ, അതേമാതിരി ഡയറക്ടേഴ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്, കമ്പനി മര്യാദയ്ക്ക് കൊണ്ടുപോകുന്നില്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ ട്രിബ്യൂണലിന് കമ്പനി വൈൻഡപ്പ് ചെയ്യാനായിട്ട് ഓർഡർ ചെയ്യാനായിട്ട് സാധിക്കും. ഇനി ആർക്കൊക്കെയാണ് പെറ്റീഷൻ ഫയൽ ചെയ്യാൻ അധികാരമുള്ളത് നോക്കാം. കമ്പനിക്ക് സ്വന്തമായിട്ട് പെറ്റീഷൻ കൊടുക്കാം. അതേമാതിരി കോൺട്രിബ്യൂട്ടറി ഓർ കോൺട്രിബ്യൂട്ടറീസ്, പേഴ്സൺസ് ഹു ആർ ലയബിൾ ടു കോൺട്രിബ്യൂട്ട് ടു ദ അസറ്റ്സ് ഓഫ് ദ കമ്പനി. വൈൻഡിങ് അപ്പിൻ്റെ സമയത്ത് കമ്പനീൻ്റെ അസറ്റിലോട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യാനുള്ള ആൾക്കാർ, അവർക്ക് ട്രിബ്യൂണലിന് വൈൻഡിങ് അപ്പിന് വേണ്ടി പെറ്റീഷൻ കൊടുക്കാം. രജിസ്ട്രാറിന് കൊടുക്കാം. അതേമാതിരി സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് ഗവൺമെൻറ് അല്ലെങ്കിൽ ഓർ എനി അതർ പേഴ്സൺ ഓതറൈസ്ഡ് ബൈ സെൻട്രൽ ഗവൺമെൻറ് ഓതറൈസ് ചെയ്ത് വേറെ ആർക്കെങ്കിലോ സെൻട്രൽ ഗവൺമെൻറ്റിനോ സ്റ്റേറ്റ് ഗവൺമെൻറ്റിനോ അതല്ലെങ്കിൽ ക്രെഡിറ്റേഴ്സിനോ പെറ്റീഷൻ കൊടുക്കാനായിട്ട് സാധിക്കും ട്രിബ്യൂണലിൽ കമ്പനി വൈൻഡപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ട്. പക്ഷേ ഇതിനകത്ത് പറഞ്ഞ 1, 2 and 5 ടുഗെദർ ഒപ്പം കൊടുക്കാനായിട്ട് പറ്റില്ല. അതായത് കമ്പനിയുടെ കോൺട്രിബ്യൂട്ടേഴ്സും കമ്പനിയുടെ ക്രെഡിറ്റേഴ്സും ഒപ്പം പോയിട്ട് കമ്പനി ലിക്വിഡേറ്റ് ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുള്ള പെറ്റീഷൻ ട്രിബ്യൂണലിന് കൊടുക്കാനായിട്ട് സാധിക്കില്ല. അടുത്തത് പ്രൊസീജിയേഴ്സ് ഫോർ വൈൻഡിങ് അപ്പ്. എങ്ങനെയാണ് കമ്പനി വൈൻഡപ്പ് ചെയ്യുക എന്നുള്ളത് നോക്കാം. ഫസ്റ്റ് ഫയലിംഗ് പെറ്റീഷൻ. നമ്മൾ നേരത്തെ പറഞ്ഞു ആർക്കൊക്കെയാണ് ട്രിബ്യൂണലിൻ്റെ ഫ്രണ്ടിൽ പെറ്റീഷൻ കൊടുക്കാൻ പറ്റുന്നതെന്ന് പറഞ്ഞു. അങ്ങനെ പെറ്റീഷൻ കൊടുക്കുക, കമ്പനി വൈൻഡപ്പ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ട്രിബ്യൂണലിൻ്റെ ഫ്രണ്ടിൽ പെറ്റീഷൻ കൊടുക്കുക. അലോങ് വിത്ത് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ്, കമ്പനിയുടെ നടത്തിപ്പും കാര്യങ്ങളുടെ ഡീറ്റെയിൽസ് കൊണ്ടിട്ട് ട്രിബ്യൂണലിന് മുമ്പിൽ പെറ്റീഷൻ കൊടുക്കാം. ഇഫ് ഇറ്റ് ഈസ് ഫയൽഡ് ബൈ എനി അതർ പേഴ്സൺ, കമ്പനി ഈസ് അലൗഡ് ടു ഫയൽ ഒബ്ജെക്ഷൻ. ഇൻ കേസ് കമ്പനീൻ്റെ ഇഷ്ടപ്രകാരം അല്ല, കമ്പനിക്ക് അതിന് ഒബ്ജെക്ഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് അവരുടെ ഒബ്ജെക്ഷൻസ് ഫയൽ ചെയ്യാനായിട്ട് പറ്റും. അങ്ങനെ ട്രിബ്യൂണലിൻ്റെ ഫ്രണ്ടിൽ ഒരു പെറ്റീഷൻ വന്നു കഴിഞ്ഞാൽ തൽക്കാലത്തിന് ട്രിബ്യൂണൽ ഒരു ലിക്വിഡേറ്ററിനെ അപ്പോയിൻ്റ് ചെയ്യും. അതാണ് പ്രൊവിഷണൽ ലിക്വിഡേറ്റർ. അങ്ങനെ ലിക്വിഡേറ്ററിനെ അപ്പോയിൻ്റ് ചെയ്യുന്ന സമയത്ത് ട്രിബ്യൂണൽ കമ്പനിക്ക് ഒരു നോട്ടീസ് കൊടുക്കും, ഇങ്ങനെ ഒരു പെറ്റീഷൻ വന്നിട്ടുണ്ട്, നിങ്ങൾക്ക് നിങ്ങളുടെ ഭാഗം പറയാം, ഞാനൊരു പ്രൊവിഷണൽ ലിക്വിഡേറ്ററിനെ അപ്പോയിൻ്റ് ചെയ്യുന്നുണ്ട്. പ്രൊവിഷണൽ ലിക്വിഡേറ്ററിന് നോർമൽ ലിക്വിഡേറ്ററിൻ്റെ എല്ലാ പവേഴ്സും ഉണ്ടാകും. പിന്നെ ട്രിബ്യൂണൽ എന്തെങ്കിലും ലിമിറ്റേഷൻസ് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഫോളോ ചെയ്യണം, പക്ഷേ അതല്ലാതെ ബാക്കി എല്ലാ കോമൺ പവേഴ്സുകളും ഉണ്ടാവും. അതിനുശേഷം കമ്പനി ലിക്വിഡേറ്റർ. ഓൺ എ വൈൻഡിങ് അപ്പ് ഓർഡർ ബീയിങ് മെയ്ഡ് ഇൻ ദ റെസ്പെക്ട് ഓഫ് എ കമ്പനി, ദി ട്രിബ്യൂണൽ ഷെൽ അപ്പോയിന്റ് ഒഫീഷ്യൽ ലിക്വിഡേറ്റർ. The liquidator should be registered under Insolvency and Bankruptcy Code 2016. A liquidator can be placed or removed. കമ്പനി ട്രിബ്യൂണൽ ഓർഡർ ചെയ്യാണ്, കമ്പനി ലിക്വിഡേറ്റ് ചെയ്യണമെന്ന് പറഞ്ഞ് ഓർഡർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഒഫീഷ്യൽ ലിക്വിഡേറ്ററിനെ ട്രിബ്യൂണൽ ഫിക്സ് ചെയ്യും. അങ്ങനെ ഫിക്സ് ചെയ്യുന്ന ആൾ ഇൻസോൾവൻസി ആൻഡ് ബാങ്ക്രപ്സി കോഡ് പ്രകാരം 2016 പ്രകാരം രജിസ്റ്റേർഡ് ആയിട്ടുള്ള ഒരു ലിക്വിഡേറ്റർ ആയിരിക്കണം. ലിക്വിഡേറ്ററിനെ റീപ്ലേസ് ചെയ്യാനും റിമൂവ് ചെയ്യാനായിട്ടും സാധിക്കും. വൈൻഡിങ് അപ്പ് കമ്മിറ്റി. Within 3 months of winding up order, the company liquidator shall make an application to form a winding up committee to assist and monitor process of winding up. അങ്ങനെ വൈൻഡിങ് അപ്പ് ഓർഡർ കിട്ടിയതിന് 3 months തന്നെ കമ്പനിയുടെ ലിക്വിഡേറ്റർ
വൈൻഡിങ് അപ്പ് കമ്മിറ്റി ഫോം ചെയ്യാനുള്ള ആപ്ലിക്കേഷൻ കൊടുക്കണം. വൈൻഡിങ് അപ്പ് കമ്മിറ്റി എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വൈൻഡിങ് അപ്പ് പ്രോസസ്സിനെ ലിക്വിഡേറ്ററിന് കമ്പനിയുടെ ഒഫീഷ്യൽ ലിക്വിഡേറ്ററിന് ഹെൽപ്പ് ചെയ്യാനും അതിൻ്റെ പ്രോസസ്സ് മോണിറ്റർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് വൈൻഡിങ് അപ്പ് കമ്മിറ്റി ഫോം ചെയ്യുന്നത്. എ മന്ത്ലി റിപ്പോർട്ട് അലോങ് വിത്ത് ദി മിനിറ്റ്സ് ഓഫ് ദി meetings of the winding up committee shall be placed before the tribunal by company liquidator and the convener. എല്ലാ മന്തിലും മീറ്റിംഗ് വെച്ചിട്ട് അതിൻ്റെ മിനിറ്റ്സ് വൈൻഡിങ് അപ്പ് കമ്മിറ്റി ട്രിബ്യൂണലിന് മുമ്പിൽ പ്രസൻറ്റ് ചെയ്തിട്ടുണ്ടാവണം. Then the company liquidator must submit a preliminary report to the tribunal within 60 days of the winding up order. വൈൻഡിങ് അപ്പ് ഓർഡർ കിട്ടി അയാൾ കമ്പനി ലിക്വിഡേറ്റർ അപ്പോയിൻറ്റ് ചെയ്തതിന് ശേഷം വിത്തിൻ 60 days, അതായത് വൈൻഡിങ് അപ്പ് ഓർഡർ കിട്ടി വിത്തിൻ 60 daysനുള്ളിൽ തന്നെ പ്രിലിമിനറി റിപ്പോർട്ട് കമ്പനി ലിക്വിഡേറ്റർ ട്രിബ്യൂണലിൻ്റെ കയ്യിൽ കൊടുക്കണം, സബ്മിറ്റ് ചെയ്യണം. അടുത്തത് അഡ്വൈസറി കമ്മിറ്റി. The tribunal may, at the time of making winding up order of the company or at any time thereafter, direct to form an advisory committee to act with company liquidator and to report to tribunal on such matters as tribunal may direct. വൈൻഡിങ് അപ്പ് കമ്മിറ്റി കമ്പൽസറി ആയിട്ടുള്ളൊരു സംഭവം. കമ്പൽസറി ഇൻ ദ സെൻസ് അത് നോർമലി എല്ലാവർക്കും ഉണ്ടാവുന്നതാണ്. അഡ്വൈസറി കമ്മിറ്റി അങ്ങനെ നിർബന്ധമുള്ളതല്ല. ട്രിബ്യൂണൽ പറയുമ്പോഴാണ്, അതായത് അഡ്വൈസറി കമ്മിറ്റി വേണമെന്ന് ട്രിബ്യൂണൽ പറയുമ്പോൾ മാത്രം അഡ്വൈസറി കമ്മിറ്റി ഫോം ചെയ്താൽ മതി. അത് ഈ വൈൻഡിങ് അപ്പ് കമ്മിറ്റീനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലും എല്ലാ കാര്യങ്ങളും ലിക്വിഡേറ്ററിന് റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അഡ്വൈസറി കമ്മിറ്റി ഫോം ചെയ്തിട്ടുള്ളത്. അതിൻ്റെ മാക്സിമം 12 മെമ്പേഴ്സാണ് അഡ്വൈസറി കമ്മിറ്റിയിൽ ഫോം ചെയ്യുന്നത്. അതിനകത്ത് ക്രെഡിറ്റേഴ്സും കോൺട്രിബ്യൂട്ടേഴ്സും എല്ലാം ആ കമ്മിറ്റിയിൽ അംഗങ്ങളായിരിക്കും. The committee has the right to inspect books of accounts and other documents, assets and properties of the company under liquidation at reasonable time. ഈ കമ്മിറ്റി അഡ്വൈസറി കമ്മിറ്റിക്കും ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ഇൻസ്പെക്ട് ചെയ്യാനും വേറെ ഡോക്യുമെൻറ്റ്സും അസറ്റ്സും പ്രോപ്പർട്ടീസും കമ്പനിയുടെ ലിക്വിഡേഷന് പോകുന്ന എല്ലാ സാധനങ്ങളും എല്ലാ ഡോക്യുമെൻറ്റ്സും കാര്യങ്ങളും ഇൻസ്പെക്ട് ചെയ്യാനുള്ള റൈറ്റ് അഡ്വൈസറി കമ്മിറ്റിക്ക് ഉണ്ട്. ദി കോറം ഈസ് 1/3 ഓഫ് ദി ടോട്ടൽ മെമ്പേഴ്സ് ഓഫ് ടു വിച്ചെവർ ഈസ് ഹയർ. ഒന്നുകിൽ ടോട്ടൽ മെമ്പറിൻ്റെ 1/3 അല്ലെങ്കിൽ 2, ഇതിനകത്ത് ഏതാണോ കൂടുതൽ അതാണ് അഡ്വൈസറി കമ്മിറ്റീൻ്റെ കോറം. ദി കമ്പനി ലിക്വിഡേറ്റർ ഷാൽ ബി ദി ചെയർ ദി മീറ്റിംഗ്സ് ഓഫ് അഡ്വൈസറി കമ്മിറ്റീൻ്റെ ചെയർപേഴ്സൺ എന്ന് പറയുന്നത് കമ്പനി ലിക്വിഡേറ്ററാണ്. ദെൻ ഡിസൊല്യൂഷൻ ഓഫ് ദി കമ്പനി. അങ്ങനെ കമ്പനിയുടെ പ്രൊസീജിയേഴ്സ് കഴിഞ്ഞു. അവസാനം കമ്പനിയുടെ പേര് രജിസ്ട്രാർ ഓഫ് കമ്പനീസിൻ്റെ ഇതിൽ നിന്ന് ലിസ്റ്റിൽ നിന്ന് വെട്ടുന്നതിനെയാണ് ഡിസൊല്യൂഷൻ ഓഫ് ദി കമ്പനി എന്ന് പറയാം. When the affair of the company have been completely wound up, the company liquidator shall make an application to the tribunal for dissolution of the company. എല്ലാ പ്രൊസീജിയേഴ്സും കഴിഞ്ഞു. കമ്പനി വൈൻഡപ്പ് ചെയ്തു, വൗണ്ടപ്പ് ചെയ്തു, അതായത് പാസ്റ്റാണ്. കമ്പനി വൈൻഡിങ് അപ്പ് കഴിഞ്ഞു. അതിനുശേഷം ലിക്വിഡേറ്റർ ഡിസൊല്യൂഷന് വേണ്ടിയിട്ടുള്ള ആപ്ലിക്കേഷൻ ട്രിബ്യൂണലിന് മുമ്പാകെ സബ്മിറ്റ് ചെയ്യും. അപ്പോൾ റിസീറ്റ് ഓഫ് ദി റിപ്പോർട്ട് ഫ്രം ദി കമ്പനി ലിക്വിഡേറ്റർ ഓർ അതർവൈസ് ദി ട്രിബ്യൂണൽ ഓർ ഫോമിംഗ് ആൻ ഒപ്പീനിയൻ ദാറ്റ് ഈസ് ജസ്റ്റ് ആൻഡ് റീസണബിൾ ടു ഓർഡർ ഡിസൊല്യൂഷൻ ഷാൽ മേക്ക് ആൻ ഓർഡർ ഫോർ ഡിസൊല്യൂഷൻ ഓഫ് ദി കമ്പനി. ദി കമ്പനി ഷാൽ ബി ഡിസോൾഡ് എഫക്റ്റീവ് ഫ്രം ദി ഡേറ്റ് ഓഫ് ഓർഡർ. കമ്പനി ലിക്വിഡേറ്റർ അവരുടെ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്തതിന് ശേഷം ട്രിബ്യൂണൽ നോക്കും കമ്പനി വൗണ്ടപ്പ് ചെയ്യുമ്പോൾ ഡിസൊല്യൂട്ട് ചെയ്യണോ വേണ്ടോ എന്നുള്ളത് റീസണബിളായിട്ട് എല്ലാ കാര്യങ്ങളും നോക്കിയതിന് ശേഷം ട്രിബ്യൂണൽ ഒപ്പീനിയൻ പറയും. അങ്ങനെ ഡിസോൾവ് ചെയ്യാനായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ അന്ന് മുതൽ ആ കമ്പനി ഡിസോൾവ് ആയിട്ടുണ്ടാവും. എന്നാണോ ഓർഡർ കൊടുക്കുന്നത് അന്ന് മുതൽ ആ കമ്പനി ഡിസോൾവ്ഡ് ആണ്. When the company is dissolved, no suit or proceedings will lie against the company because the dissolved company has no existence in the eyes of the law. കമ്പനി ഡിസോൾവ് ആയി കഴിഞ്ഞാൽ പിന്നെ അതിന് എഗെയിൻസ്റ്റോ അവർക്കോ ആ കമ്പനിക്ക് എഗെയിൻസ്റ്റോ അവർക്കോ ഒരു കോർട്ട് ഓഫ് ലോയിലും ഒരു കാര്യത്തിലും ഒന്നിനും പോകാനായിട്ട് സാധിക്കില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ എക്സിസ്റ്റൻസ് അന്ന് ഡിസോൾവ് ആയതോടുകൂടി കഴിയും. അടുത്തത് പ്രിഫറൻഷ്യൽ പേയ്മെൻറ്റ്സ്. In the event of winding up, certain payments are to rank in priority to others. This is called preferential payments. നമ്മൾ പ്രിഫറൻഷ്യൽ ഷെയർസ് പറഞ്ഞിട്ടില്ലേ, ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിനെക്കാട്ടി പ്രിഫറൻസ് കൂടുതലുള്ള ആൾക്കാരാണ് പ്രിഫറൻഷ്യൽ ഷെയർ ഹോൾഡേഴ്സ്. അത് കാരണം അവർക്ക് പ്രിഫറൻഷ്യൽ റൈറ്റ്സ് ഉണ്ട് എന്നാണ് പറയാം. അപ്പം കമ്പനി വൈൻഡപ്പ് ചെയ്യുന്ന സമയത്ത് ഒരു പേയ്മെൻറ്റ് ഡെപ്റ്റ് തിരിച്ച് റീപേയ്മെൻറ്റിന് ഒരു പ്രിയോറിറ്റി ലിസ്റ്റ് ഉണ്ട്. അതിനാണ് പ്രിഫറൻഷ്യൽ പേയ്മെൻറ്റ്സ് എന്ന് പറയാം. ഒരു ഓർഡർ ഉണ്ട്, ആർക്ക് വേണം ആദ്യം കൊടുക്കാൻ, അതിന് ശേഷം ആർക്ക് കൊടുക്കണം, അങ്ങനെയുള്ള ഒരു ഓർഡർ ഉണ്ട്. അതിനാണ് പ്രിഫറൻഷ്യൽ പേയ്മെൻറ്റ്, പ്രിഫറൻഷ്യൽ റൈറ്റ്സ് എന്നൊക്കെ പറയുന്നത്. അണ്ടർ സെക്ഷൻ 326 ദി ഫോളോയിങ് ഷാൽ ബി പെയ്ഡ് പ്രിയോറിറ്റി ടു അതർ ഡെബ്റ്റ്സ്. വർക്ക്മെൻറ്റിനുള്ള കൊടുക്കാനുള്ള എല്ലാ പേയ്മെൻറ്റ്സും സെക്യൂർഡ് ക്രെഡിറ്റേഴ്സിന് കൊടുക്കാനുള്ള പേയ്മെൻറ്റ്സുമാണ് ടോപ്പ് പ്രിയോറിറ്റിയിൽ വരുന്ന ഡെറ്റ്സ് എന്ന് പറയുന്നത്. ഇവർക്ക് രണ്ട് കൂട്ടർക്കും കൊടുത്തതിന് ശേഷം ബാക്കിയുണ്ടെങ്കിൽ മാത്രമേ ബാക്കിയുള്ള എല്ലാ ബാക്കി എല്ലാ ഡെറ്റ്സും ലയബിലിറ്റീസും പേ ചെയ്യാനായിട്ട് പാടുള്ളൂ. അണ്ടർ സെക്ഷൻ 327 ഓർഡർ ഓഫ് പ്രിയോറിറ്റി സബ്ജക്ട് ടു സെക്ഷൻ 326 ഇസ് ഗീവൺ ബിലോ. ഇനി പറയുന്ന ഓർഡറിലാണ് ബാക്കിയുള്ളവർക്ക് കൊടുക്കുന്നത്. അതിന് ശേഷം ഓൾ റവന്യൂ ടാക്സസ് സെസ്സസ് ആൻഡ് റേറ്റ്സ് ഡ്യൂ ടു ദി സെൻട്രൽ ഓർ സ്റ്റേറ്റ് ഗവൺമെൻറ്
to a local authority, the amount should have become due or payable within 12 months from the winding up order. Winding up order ചെയ്തിട്ട് 12 മന്ത്സിനുള്ളിൽ തന്നെ ഗവൺമെൻറ്റിന്, സെൻട്രൽ ഗവൺമെൻറ്റിനോ സ്റ്റേറ്റ് ഗവൺമെൻറ്റിനോ അല്ലെങ്കിൽ ലോക്കൽ അതോറിറ്റിക്കോ ഉള്ള റവന്യൂ, ടാക്സ്, സെസ്, ട്രീസ് അങ്ങനെയുള്ള എല്ലാ പേയ്മെൻറ്റും ചെയ്തിട്ടുണ്ടാവണം. അതിനുശേഷം all wages or salary of an employee due for a period not exceeding 4 months. 4 മന്ത്സിൽ കൂടുതൽ എക്സീഡ് ചെയ്യാത്തുള്ള അത്ര എമൗണ്ട് എംപ്ലോയീസിന് പേ ചെയ്യണം. മൂന്നാമത് all accrued holiday remuneration becoming payable to an employee on his termination or death. ജോലി അവസാനിക്കുന്ന സമയത്ത് ഹോളിഡേ റെമ്യൂണറേഷൻ അക്രൂ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ പേയ്മെൻറ്റ്സ് ഫുള്ള് കൊടുത്ത് തീർക്കണം. All amount due in respect of contribution payable during 12 months under Employee State Insurance Act. എംപ്ലോയി സ്റ്റേറ്റ് ഇൻഷുറൻസ് ആക്ട് പ്രകാരമുള്ള എല്ലാ പേയ്മെൻറ്റ്സും 12 മന്ത്സിലേക്ക് വരുന്നത് ഫുൾ എമൗണ്ട് പേ ചെയ്തിട്ടുണ്ടാവണം. All amount in respect of any compensation payable under Workmen's Compensation Act പ്രകാരം എന്തെങ്കിലും കോമ്പൻസേഷൻ പേ ചെയ്യാനുണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനത്തെ എമൗണ്ട് കൊടുത്തു തീർക്കണം. അതിനുശേഷം all sums due to an employee from Provident Fund, Pension Fund, Gratuity Fund or any other fund. അതല്ലാതെ എംപ്ലോയീസിന് വരുന്ന പ്രോവിഡൻറ്റ് ഫണ്ട്, പെൻഷൻ ഫണ്ട്, ഗ്രാറ്റുവിറ്റി ഫണ്ട്, അതല്ലാതെ വേറെ എന്തെങ്കിലും ഫണ്ട് ഉണ്ടെങ്കിൽ അതെല്ലാം കൊടുത്തു തീർക്കണം. അതിനുശേഷം വരുന്നതാണ് എക്സ്പെൻസസ് ഓഫ് എനി ഇൻവെസ്റ്റിഗേഷൻ ഹെൽഡ് ഇൻ പെർസെൻസ് ഓഫ് സെക്ഷൻ 213 or 216 ഇൻ സോ ആസ് ദേ ആർ പേബിൾ ബൈ ദ കമ്പനി. എന്തെങ്കിലും ഇൻവെസ്റ്റിഗേഷനോ കാര്യങ്ങളോ നടന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ എക്സ്പെൻസസ് ഒക്കെ അതിന് ശേഷമാണ് മീറ്റ് ചെയ്യേണ്ടത്. ദസ് ദി ഓർഡർ ഓഫ് ദി പ്രിയോറിറ്റി പേയിങ് ഓഫ് ഡെറ്റ്സ് ഇൻ വൈൻഡിങ് അപ്പ് ഷാൽ ബി ഫോളോസ്. നേരത്തെ പറഞ്ഞത് ഒന്നും കൂടെ ലഘൂകരിച്ച് പറയുന്നതാണ്. ഫസ്റ്റ് വർക്ക്മെൻസിൻ്റെ ഡ്യൂ ആൻഡ് ഡെപ്സ് ഡ്യൂ ടു സെക്യൂർഡ് ക്രെഡിറ്റേഴ്സിന് വർക്ക്മെൻറ്റിൻ്റെ ഡ്യൂ ആദ്യം കൊടുക്കണം. അതിനുശേഷം വൈൻഡിങ് അപ്പിന് വേണ്ടിയിട്ടുള്ള കോസ്റ്റ് ആൻഡ് എക്സ്പെൻസസ് കൊടുക്കണം. അതിനുശേഷമാണ് പ്രിഫറൻഷ്യൽ ഡെറ്റേഴ്സിനുള്ള ലയബിലിറ്റി കൊടുത്തു തീർക്കേണ്ടത്. അതിനുശേഷം ഫ്ലോട്ടിംഗ് ചാർജസ് കൊടുത്തു തീർക്കണം. ഏറ്റവും ലാസ്റ്റ് അൺസെക്യൂർഡ് ക്രെഡിറ്റേഴ്സിനുള്ളത് കൊടുത്തു തീർക്കണം. അതാണ് ഓർഡർ ഓഫ് പേയ്മെൻറ്റ്. ഇതിനാണ് തന്നെയാണ് പ്രിഫറൻഷ്യൽ പേയ്മെൻറ്റ് എന്ന് പറയുക. Then contributory. A contributor is a person liable to contribute to the assets of the company in the event of the winding up and includes the holder of any shares which are fully paid up. Section 2 subsection 26. A holder of fully paid up shares shall have rights as contributor and no liability as a contributory. കോൺട്രിബ്യൂട്ടറി എന്ന് പറയുന്നത് കമ്പനി വൈൻഡ് അപ്പ് ചെയ്യുന്ന സമയത്ത് കമ്പനിക്ക് എന്തെങ്കിലും പേയ്മെൻറ്റ് ചെയ്യാം എന്ന് പറഞ്ഞിട്ടുള്ള ആൾക്കാരെയാണ് കോൺട്രിബ്യൂട്ടറി എന്ന് യൂഷ്വലി പറയാറ്. അത് അതിനകത്ത് ഫുള്ളി പെയ്ഡ് അപ്പ് ഷെയർസ് ഉള്ള ആൾക്കാരെ കോൺട്രിബ്യൂട്ടറി എന്ന് പറയും. പക്ഷേ ഫുള്ളി പെയ്ഡ് അപ്പ് ഷെയർസ് ഉള്ള ആൾക്കാർക്ക് കോൺട്രിബ്യൂട്ടറി ആയിട്ടുള്ള റൈറ്റ്സ് മാത്രമേ ഉള്ളൂ. കോൺട്രിബ്യൂട്ടറി എന്നുള്ള നിലയിൽ ഒരു ലയബിലിറ്റിയും അവർക്ക് ഉണ്ടാവില്ല ഫുള്ളി പെയ്ഡ് അപ്പ് ഷെയർസ് ഉള്ള ആൾക്കാർക്ക്. ഇനി ദി ഫോളോയിങ് പേഴ്സൺ ഷാൽ ബി ലയബിൾ ആസ് എ കോൺട്രിബ്യൂട്ടർ ഇൻ ദി വൈൻഡിങ് അപ്പ് ഓഫ് ദി കമ്പനി. കമ്പനീൻ്റെ വൈൻഡിങ് അപ്പിൻ്റെ സമയത്ത് ആരൊക്കെ കോൺട്രിബ്യൂട്ടറി എന്നുള്ള നിലയിൽ ലയബിൾ ആണെന്ന് നോക്കാം. പ്രസൻറ്റ് ആൻഡ് പാസ്റ്റ് മെമ്പേഴ്സ്. ഇപ്പോൾ ഷെയർ ഹോൾഡേഴ്സ് ആയിട്ടുള്ള എല്ലാ ആൾക്കാരെയും, ഷെയർ ഹോൾഡേഴ്സായിട്ടും മെമ്പേഴ്സായിട്ടും ഉള്ള എല്ലാ ആൾക്കാരെയും പ്രസൻറ്റ് മെമ്പർ എന്നാണ് പറയുക. പാസ്റ്റ് മെമ്പർ എന്നുള്ളത് ഉദ്ദേശിക്കുന്നത് കമ്പനി വൈൻഡ് അപ്പ് ചെയ്യാൻ തീരുമാനിച്ചതിന് തൊട്ട് മുമ്പുള്ള ഒരു വർഷം മുമ്പുള്ള ആ ഒരു വർഷത്തിനുള്ളിലുള്ള എല്ലാ ആൾക്കാരും പാസ്റ്റ് മെമ്പേഴ്സാണ്. അതായത് ഇപ്പോൾ ഡിസംബർ 2022, ഡിസംബർ 2021 മുതൽ 2022 വരെയുള്ള ഡിസംബർ വരെയുള്ള എല്ലാ മെമ്പേഴ്സിനെയും, ഇപ്പോൾ മെമ്പേഴ്സ് അല്ലാത്ത ആൾക്കാരെ പക്ഷേ ആ സമയത്ത് മെമ്പേഴ്സ് ആയിരുന്ന എല്ലാവരെയും പാസ്റ്റ് മെമ്പർ എന്നാണ് കൺസിഡർ ചെയ്യുക. Every present and past member liable to contribute to the assets of the company for payment of debts, liabilities and cost of winding up and for adjustment of rights to the contributories is a contributory. എല്ലാ പാസ്റ്റും പ്രസൻറ്റും ആയിട്ടുള്ള എല്ലാ മെമ്പേഴ്സും കമ്പനിയുടെ അസറ്റ്സിനകത്തോട് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ ലയബിളാണ്. ഫോർ പേയ്മെൻറ്റ്സ് ഓഫ് ഡെറ്റും ലയബിലിറ്റിയും വൈൻഡിങ് അപ്പിന് വേണ്ടിയിട്ടുള്ള കോസ്റ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും എല്ലാ കാര്യത്തിനും കോൺട്രിബ്യൂട്ടറിക്ക് എന്തെങ്കിലും പേയ്മെൻറ്റ് കൊടുക്കാനായിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യാനുള്ളവർ എല്ലാവരെയും കോൺട്രിബ്യൂട്ടറീസ് ആയിട്ട് തന്നെയാണ് കൊടുക്കുക. ഷെയർ ഹോൾഡേഴ്സ് ആണെന്നുണ്ടെങ്കിൽ അൺപെയ്ഡ് എമൗണ്ട് ഓഫ് ഷെയർസ്, എത്ര ഷെയർസ് ആണോ എത്ര എമൗണ്ട് ആണോ അൺപെയ്ഡ് ആയിട്ടുള്ളത് ഷെയറിനകത്ത് അതാണ് കൊടുക്കേണ്ടത്. അല്ലെങ്കിൽ എമൗണ്ട് ഗ്യാരണ്ടി വൈൻഡിങ് അപ്പിൻ്റെ സമയത്ത് ഇത്ര എമൗണ്ട് കൊടുക്കാമെന്ന് പറഞ്ഞ് ഗ്യാരണ്ടി ചെയ്തിട്ടുള്ളവരാണെങ്കിൽ അവർ ആ എമൗണ്ടാണ് കൊടുക്കേണ്ടത്. എ പാസ്റ്റ് മെമ്പർ ഷാൽ നോട്ട് ബി ലയബിൾ ടു കോൺട്രിബ്യൂട്ട്. പാസ്റ്റ് മെമ്പർ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ ലയബിൾ ആവില്ല. എപ്പോഴാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇഫ് ഈസ് ഡിസീസ് ടു ബി എ മെമ്പർ ഫോർ 1 year or more ബിഫോർ കമൻസ്മെൻറ്റ് ഓഫ് വൈൻഡിങ് അപ്പ്. വൈൻഡിങ് അപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് ഒരു വർഷം അതിന് മുമ്പോ അവർ മെമ്പർ അല്ലാതെ ആയിട്ടുണ്ടെങ്കിൽ അവർ പാസ്റ്റ് മെമ്പർ അങ്ങനെയുള്ള മെമ്പേഴ്സ് ഇതിന് ലയബിൾ അല്ല. രണ്ടാമത് ഇൻ റെസ്പെക്ട് ഓഫ് എനി ഡെറ്റ് ഓർ ലയബിലിറ്റി കോൺട്രാക്റ്റഡ് ആഫ്റ്റർ ഈ സീസ് ടു ബി എ മെമ്പർ. അയാൾ മെമ്പർ അല്ലാതെ ആയതിനു ശേഷമാണ് ഒരു ഡെറ്റോ ലയബിലിറ്റിയോ ഉണ്ടായതെന്നുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ട് എമൗണ്ട് പേ ചെയ്യേണ്ട ആവശ്യം ആ പാസ്റ്റ് മെമ്പറിനില്ല.
മൂന്നാമത്തെ സിറ്റുവേഷൻ, ദി പ്രസൻറ്റ് മെമ്പേഴ്സ് ആർ ഏബിൾ ടു സാറ്റിസ്ഫൈ ദി കോൺട്രിബ്യൂഷൻ റിക്വയർഡ്. എത്ര കോൺട്രിബ്യൂഷൻ ആണ് വേണ്ടത് അത് സാറ്റിസ്ഫൈ ചെയ്യാൻ പ്രസൻറ്റ് മെമ്പേഴ്സിനെ കൊണ്ട് തന്നെ പറ്റുന്നുണ്ടെങ്കിൽ പാസ്റ്റ് മെമ്പേഴ്സ് ലയബിൾ ആവില്ല. ദെൻ രണ്ടാമത്തത്, എ ഡയറക്ടർ ഓർ മാനേജർ ഹൂസ് ലയബിലിറ്റീസ് അൺലിമിറ്റഡ് എക്സെപ്റ്റ് ഫോർ ഇഫ് ഹി സീസ് ടു ഹോൾഡ് ഓഫീസ് ഫോർ എ ഇയർ or upward before commencement of winding up. The past director manager shall not be liable for contribution if the debt and liability of the company was contracted after he ceased to hold the office. ഇത് പാസ്റ്റ് മെമ്പറിൻ്റെ പോലെ തന്നെയാണ്. കമ്പനിയുടെ എല്ലാ ഡയറക്ടറിനും മാനേജറിനും അൺലിമിറ്റഡ് ലയബിലിറ്റിയാണ് കമ്പനീൻ്റെ പുറത്തുണ്ടാവുക. പക്ഷേ അയാൾ ഒരു വർഷം അതിന് മുമ്പുമായിട്ട് കമ്പനീൻ്റെ അടുത്തുനിന്ന് വിട്ടു പോയിട്ടുണ്ട്, കമ്പനി ഡയറക്ടർ അല്ലെങ്കിൽ മാനേജർ പോസ്റ്റ് വിട്ടു പോയ ആളാണെന്നുണ്ടെങ്കിൽ അവർക്ക് ലയബിലിറ്റി ഉണ്ടാവില്ല. അതേമാതിരി കമ്പനി അയാൾ വിട്ടു പോയതിന് ശേഷമാണ് ഒരു ലയബിലിറ്റി അല്ലെങ്കിൽ ഡെറ്റ് ഫോം ചെയ്തതെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള ലയബിലിറ്റിക്ക് വേണ്ടിയിട്ട് അയാൾ കോൺട്രിബ്യൂട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ദെൻ അസൈനി ഓഫ് എ കോൺട്രിബ്യൂട്ടറി ലീഗൽ റെപ്രസെൻറ്റേറ്റീവ് ഓർ എ ഡിസീസ്ഡ് മെമ്പർ ലിക്വിഡേറ്റർ ഓഫ് കമ്പനി വിച്ച് ഈസ് എ മെമ്പർ ആൻഡ് എത്ര ആർ അതർ കോൺട്രിബ്യൂട്ടീസ്. വേറൊരു കോൺട്രിബ്യൂട്ടറിൻ്റെ അസൈനി അല്ലെങ്കിൽ ലീഗൽ ആരെങ്കിലും മരിച്ചു വരികയാണെങ്കിൽ അവരുടെ ലീഗൽ റെപ്രസെൻറ്റേറ്റീവ്, ഒരു കമ്പനിയാണെന്നുണ്ടെങ്കിൽ ആ കമ്പനീൻ്റെ ലിക്വിഡേറ്റർ, വിച്ച് ഈസ് എ മെമ്പർ ആൻഡ് ഡെറ്റേഴ്സ്, നമുക്ക് പൈസ തരാനുള്ള ആൾക്കാർ, ഇവരൊക്കെ കമ്പനിയുടെ കോൺട്രിബ്യൂട്ടറീസ് ആണ്. സബ്സ്ക്രൈബേഴ്സ് ടു ദി മെമ്മോറാൻഡം സബ്സ്ക്രൈബ് ചെയ്ത ആൾക്കാർ, അവർ എന്തെങ്കിലും ഷെയർസിന് അൺപെയ്ഡ് എമൗണ്ട് എന്നുണ്ടെങ്കിൽ അവരും കോൺട്രിബ്യൂട്ടറീസ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുക. ദ റിമൂവൽ ഓഫ് ദി നെയിം ഓഫ് ദി കമ്പനി, അങ്ങനെ നമ്മൾ ഡിസൊല്യൂഷൻ കമ്പനിയുടെ പേര് രജിസ്ട്രാർ ഓഫ് കമ്പനീസ് നിന്ന് വെട്ടാൻ പോവാണ്. വൺസ് ദ അഫയേഴ്സ് ഓഫ് ദി കമ്പനി ആർ ഫുള്ളി വൗണ്ട് അപ്പ്, the official liquidator shall submit a final report to the central government with a copy to tribunal. കമ്പനിയുടെ എല്ലാ വൈൻഡിങ് അപ്പിൻ്റെ എല്ലാ പ്രൊസീജിയേഴ്സും എല്ലാ കാര്യങ്ങളും കഴിഞ്ഞതിന് ശേഷം ഒഫീഷ്യൽ ലിക്വിഡേറ്റർ ഒരു ഫൈനൽ റിപ്പോർട്ട് സെൻട്രൽ ഗവൺമെൻറ്റിനും അതിൻ്റെ ഒരു കോപ്പി ട്രിബ്യൂണലിന് സബ്മിറ്റ് ചെയ്യും. ദി സെൻട്രൽ ഗവൺമെൻറ് ഷാൽ order dissolution of the company and registrar shall strike off the name of the company from the register of companies and publish a notification to this effect. അങ്ങനെ കോപ്പി സബ്മിറ്റ് ചെയ്തതിന് ശേഷം സെൻട്രൽ ഗവൺമെൻറ് കമ്പനി ഡിസോൾവ് ചെയ്യാനുള്ളൊരു ഓർഡർ ഇറക്കും. അത് കിട്ടിയതിന് ശേഷം രജിസ്ട്രാർ ഓഫ് കമ്പനീസിന് കമ്പനിയുടെ പേര് സ്ട്രൈക്ക് ഓഫ് ചെയ്യും. അതോടുകൂടി കമ്പനി ഇല്ലാതാകും. ദി കമ്പനി വിൽ സീസ് ടു ആൻ ആർട്ടിഫിഷ്യൽ പേഴ്സൺ ക്രിയേറ്റഡ് ബൈ ലോ. അതോടുകൂടി ആർട്ടിഫിഷ്യലായിട്ട് ക്രിയേറ്റ് ചെയ്ത കമ്പനി എന്ന് പറയുന്ന പേഴ്സൺ ഇല്ലാതാവും. അതാണ് ഡിസൊല്യൂഷൻ, വൈൻഡിങ് അപ്പ് ഓഫ് കമ്പനി യൂണിറ്റ് 20. Thank you.